അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ നേതാവും അപ്പോസ്തലനുമായ ഉരുവട്ടൂർ KC അബ്ദുള്ള കഴിഞ്ഞ ദിവസം കുഞ്ഞാടുകളെ മുമ്പിലിരുത്തിയിട്ട് ഇടവകയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖൽബുൽ മുഅ്മിനി അർശുള്ള എന്ന്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്വഹീഹിൻ്റെ കിതാബുകളിലൊന്നുമില്ല. സ്വഹീഹിൻ്റെ കിതാബുകളിലൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഒരു 3 കിതാബും കൂടി ഏറെ കൊടുത്ത് സിയാഉസ്തിസ്ആയിലും ഇല്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് അങ്ങനെ ഒരു ഇബാറത്ത് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്ക് വിഷയമല്ല. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് വ്യക്തമായി പറയാൻ പറ്റിയ ഒന്നല്ല ഖൽബുൽ മുഅ്മിനി അർശുള്ള എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് പുതിയ ന്യായങ്ങളുമായി കൊണ്ടുവന്നിക്കാണ് നൗഷാദ് ഒതുക്കുങ്ങരി കഴിഞ്ഞ ദിവസം. ഇന്നലെ മടവൂർ കോട്ടയിൽ ശൈഖുന ഖൽബുൽ മുഅ്മിനി അർശുല്ലാ എന്നുള്ളൊരു വാചകം പറഞ്ഞ് അപ്പോഴേക്ക് ഒരു ചാടി ചിലരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞിട്ടാണ് ശൈഖുന അത് ഉദ്ധരിക്കുന്നത്. ഞാൻ പറയട്ടെ, യൂട്യൂബിൽ വന്ന യൂട്യൂബർമാരായ വ്യാജ മുസ്ലിയാക്കന്മാരെ, ഖൽബുൽ മുഅ്മിനി അർശുല്ലാ എന്ന വാചകം ഹദീസിൽ തന്നെ, അതാണോ ശൈഖുന പറഞ്ഞത്, ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് മുൻഗാമികളായ മശായിഖിന്റെ കിതാബിൽ നിന്ന്, ഉലമാഇന്റെ കിതാബിൽ നിന്ന് കാണിച്ചു തരാൻ ഞങ്ങൾ റെഡി. നിങ്ങളുണ്ടോ? ഒതുക്കുങ്ങൾ നൗഷാദെ, മുമ്പിലിരിക്കുന്ന ആൾക്കാരെ തെക്ബീറിനും പിറകിലിരിക്കുന്ന ആൾക്കാരെ പൊട്ടിച്ചിരിക്കും വേണ്ടിയിട്ട് പല ഉടായിപ്പൂച്ചി പറയും. എനിക്ക് പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാകണ്ടോ? നമ്മളെന്താ പറയുന്നത് പോലും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ സ്വഹീഹായി വന്ന ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ കിതാബുകളിൽ അത് ഇല്ലാന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുവരെ എത്തുന്ന സനദ് വിശദീകരിച്ചു കൊണ്ടുള്ള അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടില്ല. അതേ സമയത്ത് ആ ഒരു വാക്ക് പല കിതാബുകളിലും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം അത് മൗദൂആണെന്ന് അഭിപ്രായമുണ്ട്. ഇതാ വളരെ വ്യക്തമായി പറഞ്ഞത്. അല്ലാതെ ആ വാക്ക് പറയരുത് എന്നോ ആ വാക്ക് ശരിയല്ല എന്നും ഒന്നുമല്ല ഈ പറയുന്നത്. ആ വാക്ക് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർത്ത് പറയാൻ പറ്റൂല എന്നാണ്. ഇതുപോലെ ചില ആളുകളൊക്കെ പറയണ്ടല്ലോ ഹബ്ബുൽ വത്തനി മിനൽ ഈമാൻ എന്നുള്ളത്. ആ സംഗതി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ കുഴപ്പമുള്ളൂ. ഹബ്ബുൽ വത്തനി മിനൽ ഈമാൻ എന്നുള്ള ആശയത്തിന് യോജിപ്പുണ്ടോ എന്നുള്ളതല്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ വിമർശിക്കപ്പെടും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ ഈ സ്വഹീഹിൻ്റെ കിതാബുകളിലൊന്നുമില്ല. ഹദീസ് ശരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാൻ പറ്റിയതല്ല. ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ഹബ്ബുൽ വത്തനി പോലെ തന്നെയാണ് ഈ പറഞ്ഞ സാധനവും പറഞ്ഞത്. മനസ്സിലാകണ്ടോ? എന്നിട്ട് അതാണ് ഇപ്പോൾ കോപ്പിറൈറ്റ് കാട്ടിയിട്ട് എന്നാച്ച് കൊണ്ടുപോകാൻ തെളിവ് ഇന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലൊന്നുമില്ലാതെ അപ്പോൾ മുങ്ങാൻ പറ്റിയോടത്തൊക്കെ മുങ്ങാൻ എനിക്കും അറിയാലേ. എന്നോട് വല്ല വാറോല കൊടുത്തിട്ടെങ്കിൽ ആ സനത് വായിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇനി കൊടുന്നോ ചാടി ഇറങ്ങിയെന്ന് ആ വെല്ലുവിളി അന്തരീക്ഷവായിലേക്ക് എടുക്കാടോ. അതിൻ്റെ സനത് മുത്തസിലാകുന്ന രൂപത്തിൽ ഇന്ന് വായിക്ക്. ഞാനാണെങ്കിൽ വായിക്കുക വല്ല പല വാറോലും കൊടുത്താൽ വായിക്കണ ആളല്ലേ. ഇത് ഈ എൻ്റെ ഷെയ്ഖ് വായിച്ചതിന് ന്യായീകരിക്കുന്ന മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുന്ന രൂപത്തിൽ സ്വഹിയായ സനത്തോട് കൂടി വായിക്കും. എന്നാൽ ചോദിച്ചാൽ ആ കാണാമല്ലോ ജിരോ എത്രത്തോളം എന്നുള്ളത്. ഇത് അല്ലെങ്കിലോ വീട്ടിൽ പോയിട്ട് കരിക്കട്ടെടുത്ത് ചെയ്താലോ രണ്ടും ഒന്നെ കാലം ആ വരുത്തിയിട്ടൊന്നും മാറിക്കുക. അതാപ്പം എൻ്റെ നീളം ആ മനസ്സിലാക്കി കൂടേണ്ടി. എന്നിട്ട് പോകാൻ വലിയ കാര്യത്തിൽ പറയാണ്, ശൈഖുന പറഞ്ഞതിനെ ചോദ്യം ചെയ്യാനൊന്നും AP വിഭാഗത്തിൽ ഒരാൺകുട്ടിയും ജനിച്ചിട്ടില്ല എന്ന് ആർക്കാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്തത്? എൻ്റെ കോമാട്ട് ചാലിൽ അവ്വാനെ പറ്റിയാണ് ജി പറയുന്നത് എങ്കിൽ കോമാട്ട് ചാലിൽ അബ്ദുള്ളയുടെ ചെറുപ്പം മുതൽ AP വിഭാഗത്തിൻ്റെ ആൾക്കാരെ അവനെ തിരുത്തിയിട്ടുണ്ട്. ഓൻ പറയുന്ന ഓരോ ഉടായ്പകളെയും AP വിഭാഗം സുന്നികളായ ആൾക്കാർ തിരുത്തി എന്നിട്ടും ഒരു മാറ്റം ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് ഇലയും കൂട്ടി പിടിച്ച് ഓനെ പുറത്ത് കിട്ടത്. ഓൻ ചെറുപ്പത്തിൽ കിതാബ് ഓതി പഠിക്കേണ്ട സമയത്ത് ഞാൻ ഇറാനിലും ഇറാഖിലും ഉലകം ചുറ്റുകയാണെന്ന് പറഞ്ഞ് പോപ്പിൻ്റെ ഉള്ളിൽ കിടന്ന ആ കാലം മുതൽ തിരുത്താൻ തുടങ്ങിയതാണ്. പിന്നെന്താ പറഞ്ഞത്? ഇസ്രാ മിറാജിൽ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, വലിയ പക്ഷിപ്പുറത്താണ് പോയതെന്ന്. അന്ന് 10-28 വയസ്സുള്ള സമയത്ത് ഓൻ പറഞ്ഞില്ലേ 100 ഹജ്ജ് ചെയ്തു എന്ന്. അന്നാരോ ചോദിച്ചില്ല അപ്പം എനിക്ക് എത്ര വയസ്സാന്നുള്ളത്. അപ്പോൾ ഓനെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ 28 വയസ്സിൻ്റെ ഉള്ളിൽ 4 ഹജ്ജ്, അപ്പോൾ കൊല്ലത്ത് 4 ഹജ്ജാ എന്ന് ഓനോട് ചോദിച്ചില്ലേ. ഇതൊക്കെ ഏപ്പിക്കാരനെയാണോ? അവൻ ആദ്യം മുതലേ തിരുത്തിയത് ഏപ്പിക്കാരാണ്. പിന്നെ ഈക്കക്കാരായ ചില ആൾക്കാരും മറ്റുള്ളവരൊക്കെ തിരുത്താൻ വന്നത് ഈ അടുത്ത കാലത്താണ്. എപ്പോഴാ നിങ്ങളെ ഓലമേത്തുക്കുട്ട് കയറുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു തിരുത്താൻ തുടങ്ങി. അതുവരെ എനിക്ക് പരിപാടി ഈ പണ്ഡിതന്മാരെ പച്ചരച്ച് തിന്നതാണ്. എന്തിൻ്റെ പേരിൽ അന്ന് ചേക്കുട്ടിപ്പാപ്പാനെ ചോദ്യം ചെയ്തു എന്നുള്ള കാരണത്താൽ ആ ചേക്കുട്ടിപ്പാപ്പയാണ് കയറൂരി വിട്ടത് എന്നെ.
3 തെരുവ് പട്ടികളെ കഴിച്ചുവിടുന്നത് പോലെ ഞങ്ങളെ 3 വേട്ടപ്പട്ടികളെ പോലെ അയച്ചു കിട്ടുകയായിരുന്നു. അതിലൊന്ന് പമ്പേത്താണ്, ഒന്ന് തെറിയൂർ കുഞ്ഞമ്മതാണ്, ഒന്ന് ഇജു ആയിരുന്നു. അത് അയച്ചു വിട്ടതാരാണ്? മുമ്പ് ജിഷാൻ മായി എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ട് CD റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുത്ത് ഏൽപ്പിച്ച ഇവനാണെന്ന് രാമന്തളി പറയാറുണ്ട്. ഇവൻ അന്നേ ഉടായ്പിൻ്റെ ആളാണ്. അന്നേ അവൻ ഏൽപ്പിക്കാറ് ചെന്നു. എന്നിട്ട് പറയാം ഓനെ ഒറ്റ കുട്ടിയും പിറന്നിട്ടില്ല. എടാ ചങ്ങായി, മൂല്യന്മാർ പോലും വേണ്ടപ്പോൾ എനിക്ക് മറുപടി പറയാൻ. സാധാരണക്കാരായ ആൾക്കാരത് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓന്റെ വെല്ലുവിളി നീ കണ്ടിട്ടില്ലെങ്കിൽ അത് പറയടോ. ആ വെല്ലുവിളി അന്തരീക്ഷയിൽ കിടക്കുകയാണ്. മറുപടിച്ച് പറ, സനത്ത് സഹിതങ്ങോട്ട് പറ, ജനങ്ങൾ കേൾക്കട്ടെ. ഇന്നും ഉണ്ടായിരുന്നല്ലോ പരിപാടി. അമ്മ അതിനെ പറ്റി പറഞ്ഞില്ലല്ലോ. എന്തേ കാരണം? ഇല്ല, ദുനിയാവിൽ ആ സാധനം ഇല്ല. അത് എനിക്ക് തന്നെ തിരിയും. ഏറ്റവും ചുരുങ്ങിയത് അല്ലാമ ജീലിയുടെ അൽ ഇൻസാനുൽ കാമിലെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? ഇല്ലെങ്കിൽ ഇബ്നു അറബി തങ്ങളുടെ തഫ്സീർ ഒന്ന് നോക്കിക്കൂടെ? ഏടുക്കാങ്ങൾ ഈ ആളുകളെ പറ്റിക്കാൻ പോണ്. നൗഷാദെ, ആളുകളെ പറ്റിക്കുന്നത് ഞങ്ങളല്ല, എൻ്റെ ഷെയ്ഖാണ്. എന്നെ അടക്കം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മതപരമായി പറ്റിക്കുന്നുണ്ട്, സാമ്പത്തികപരമായും പറ്റിക്കുന്നുണ്ട്. ആധാരടക്കം ഓൻ്റെ കാൽ ചുവട്ട് കൊണ്ടുപോയേക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. സ്വന്തം പൊണ്ടാട്ടിയെ പോലും ഓൻ്റെ കാൽ കീഴിൽ കൊണ്ടുപോയി കാഴ്ച വെക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് അല്ലേ? എന്നിട്ട് അവൻ പറയുന്ന എല്ലാ തോന്നിയത്വത്തെയും ന്യായീകരിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ അധഭാഗ്യൻ നൗഷാദ്. ഇതൊന്ന് ഒഴിവ് കിട്ടുന്ന നേരത്തൊന്ന് ആലോചിച്ച് നോക്കുക ചങ്ങായി. കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരങ്ങൾ ആർക്കും വേണ്ടി? എന്തിനാണ് ജിജ ഈ കോലത്തിൽ ശേഖരനൂരിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്? അല്പസ്വല്പം കാലം വല്ല ന്യായം നീ പറഞ്ഞോർത്തുണ്ടെങ്കിൽ ഇന്നലത്തെ പരിപാടിയിലെങ്കിൽ ഇന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ വളരെ വ്യക്തമായി ഈ സനത് വായിച്ചിട്ട് വഷളാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുമായിരുന്നു. എന്തേ ചിക്കാമാണ്ടാത്തത്? എനിക്കറിയാം. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചളി പിളിയാവുന്നുള്ളതും ഷെയ്ഖിൻ്റെ തൊള്ളിൽ കൂടെ അറിയാതെ വന്നു പോയതാണെന്നും ഒരുപക്ഷെ സ്വകാര്യ ചർച്ചയിൽ ഷെയ്ഖെ ഇജാതി പറയരുതെന്ന് വരേക്ക് ഷെയ്ഖിനെ ഉപദേശിച്ചിട്ടുണ്ടാവും. എനിക്ക് നന്നായി അറിയാം. ഇനി ചിലപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാവും ഷെയ്ഖിനോട്. എന്നിട്ട് സമൂഹത്തിന് മുമ്പിൽ ഷെയ്ഖിൻ്റെ പാവാട പൊക്കി മുഖം മറച്ചുകൊണ്ടിരിക്കുക അല്ലേ? പിന്നെ ഈ സാധു തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് യൂട്യൂബിൽ വന്നിട്ട് ഈ കള്ളത്തരീകൾക്കെതിരെ മറുപടി പറയണമൊക്കെ മുസ്ലിയാക്കന്മാരാണ് എന്നുള്ള. യൂട്യൂബിൽ വരുന്ന വ്യാജ മുസ്ലിയാക്കന്മാരെ എന്നാ അവൻ പറഞ്ഞത് കേട്ടോക്കി. യൂട്യൂബിൽ വന്ന യൂട്യൂബർമാരായ വ്യാജ മുസ്ലിയാക്കന്മാരെ എനിക്ക് മറുപടി പറയണമല്ലൊക്കെ മുസ്ലിയാക്കന്മാരെന്ന് തെറ്റിദ്ധാരണ വേണ്ട. സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഇപ്പം എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 13 വർഷക്കാലം നീ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും കിടന്ന് നിരങ്ങിയപ്പോൾ അതിങ്ങനെ കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലായി ഇതാദ്യം പറഞ്ഞല്ല ഇപ്പം പറയണം, ഇപ്പം പറഞ്ഞല്ല നാളെ പറയുന്നത്, നാളെ പറഞ്ഞല്ല മറ്റന്നാളെ പറയാമെന്നുള്ളത്. അതിൻ്റെ സ്വഭാവം വെച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാർ ഇറങ്ങി. നേരത്തെ എൻ്റെ കള്ളശേഖ് പറഞ്ഞതുമാണല്ലോ ഇത് സാധാരണക്കാരായ യുഗമാണെന്നുള്ളത്. അതൊക്കെ പറഞ്ഞ മുമ്പ് തന്നെ മൗലവിമാരല്ലാത്തവരാണ് ഇപ്പം നിങ്ങൾക്ക് മറുപടി പറയണത്. അതായത് കള്ളത്തൊരീക്കത്തുകാരായ കുരുവട്ടൂരികൾക്ക് മറുപടി പറയാൻ ഒരു ആലിമാകണമെന്നില്ല, ഒരു മൂല്യർ പോലും ആകണമെന്നില്ല. പച്ച മനുഷ്യനാകുന്ന സാധാരണക്കാർക്ക് മറുപടി പറയാവുന്നതേ ഉള്ളൂ ഈ കള്ളത്തൊരീക്കത്തുകാർ എന്നാണ് അത് വിളിച്ചോതുന്നത്. മനസ്സിലാകണ്ട എനിക്ക്? എവിടെ മനസ്സിലാകാനാണ്? വല്ലതും മനസ്സിലാകുകയാണെങ്കിൽ കള്ളത്തൊരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഓൻ്റെ പിയ്യാങ്കുത്ത് നക്കാനിരിക്കോ അല്ലേ നൗഷാദെ? വല്ലതും മനസ്സിലാകുകയാണെങ്കിൽ ഓൻ്റെ പിയ്യാങ്കുത്ത് നക്കാൻ വേണ്ടിയിരിക്കോ? ഇത് മനസ്സിലാകഞ്ഞിട്ടല്ലേ ഓൻ്റെ പിയ്യാങ്കുത്ത് നക്കിയിരിക്കണത്?